നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ കണ്ടെത്തുന്ന ഒരു പ്രോബ്ലം അല്ലെങ്കിൽ അതിന്റെ ഒരു സൊല്യൂഷൻ ആവണം. അപ്പോൾ അതിൽ തന്നെ തുടങ്ങണമെന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. ഞാൻ മുമ്പ് ഒരു ടെക്സ്റ്റൈൽസിൽ പാർട്ട് ടൈം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേ ഉള്ളൊരു ആഗ്രഹമാണ് ഒരു ബ്രാൻഡ് തുടങ്ങണം. ഞങ്ങൾ പോയി മാനുഫാക്ചേഴ്സിനെയും സ്റ്റിച്ച് ചെയ്യുന്നവരെയും പ്രോഡക്റ്റും എല്ലാം പോയി തിരഞ്ഞ് കണ്ടെടുത്ത് അതിലെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കി സ്റ്റഡി എക്സ്പീരിയൻസും എല്ലാം കൂടെ ചൂസ് ചെയ്താണ് നമ്മളിങ്ങനെ ഒരു പ്രോഡക്റ്റിൽ എത്തിയിരിക്കുന്നത്. നമ്മുടെ പുതിയൊരു തുടക്കമാണ്. സ്വാഗതം. കുറെ നാളുകൾക്ക് ശേഷം നമ്മളിങ്ങനെ കാത്തിരുന്ന് ഒടുവിൽ നമ്മുടെ ഐവെക്സ് നമ്മൾ ലോഞ്ച് ആക്കിയിട്ട് കുറച്ചായല്ലോ. ഐവെക്സിന്റെ വെബ്സൈറ്റ് നമ്മൾ ഇന്നലെ ലോഞ്ച് ആക്കിയിട്ടുണ്ട്. സോ ഗൈസ്, ഒരു 2-2.5 വർഷത്തെ ജേണിയാണ് ഇതിന്റെ പുറകെ. 2-2.5 വർഷം എടുക്കൂലായിരുന്നു, കാരണം ഇവിടുത്തെ കാര്യങ്ങളും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളും എല്ലാം കൂടെ വന്ന സമയത്തുള്ള റെഡിയാണ്. നമ്മൾ ഓണത്തിന് ലോഞ്ച് ചെയ്യാനാണ് പ്ലാൻ ചെയ്ത്. പക്ഷെ പ്രൊഡക്ഷനിൽ കുറച്ച് ഡിലേ വന്നു. പിന്നെ നമ്മൾ പ്രോഡക്റ്റ് ഒന്ന് കുറച്ച് റീവർക്ക് ചെയ്യേണ്ടി വന്നായിരുന്നു. ഓൺ ടൈമിൽ നമ്മൾ എനിക്ക് തോന്നുന്നു 3 ഡിസൈൻ 8 വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ബ്ലോഗിൽ. അപ്പൊ ഇപ്പം ഒരു 6 ഡിസൈൻസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രൈസ് വരുന്നത് സ്റ്റാർട്ടിങ് 599 ഉണ്ട്, 999 ഉണ്ട്, 1499 ഉണ്ട്. 100% ഫ്രഞ്ച് ടെറി കോട്ടണിലാണ്. 220 GSM-ലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ കിടക്കുന്ന ഒരു ലിമിറ്റഡ് എഡിഷൻ മോഡൽ വരുന്നത് 300+ GSM ആണ് വരുന്നത്. ഇതിൽ 9 കളർ ഉണ്ട്. എല്ലാവരും ടീഷർട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ക്രിയേറ്റർ സൈഡ് ആയാലും മിക്കവരും ഇറങ്ങുന്നത് സ്റ്റിക്കറാണ്. എളുപ്പം പരിപാടിയാണ് നോക്കുന്നത്. നമ്മൾ HD പഫ് പ്രിന്റ് ആണ് എടുത്തിരിക്കുന്നത്. ചെറിയൊരു ഓർഡറിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അതിൻ്റെതായ ഒരു കോൺടാക്ട് കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. അതിന് തന്നെ നമ്മൾ കുറെ യാത്ര ചെയ്തല്ലേ. കുറെ മാനുഫാക്ചേഴ്സിനെയും ചെയ്യുന്ന ആൾക്കാരെയും പ്രൊഡക്ഷൻ ടീമിനെ എല്ലാം പോയി കാണേണ്ടി വന്നായിരുന്നു. ഒരു നല്ലൊരു ടീമിനെ കിട്ടാൻ എൻ്റെ ഒരു ഫ്രണ്ടാണ് സഹായിച്ചത്. ശിവ എന്ന് പറയും, പുള്ളി സേലത്താണ് സ്റ്റേ ചെയ്യുന്നത്. ഒത്തിരി പ്രാവശ്യം ഇത് തന്നെ പ്രിന്റ് ചെയ്ത് ലാബ് ടെസ്റ്റ് ചെയ്ത് വാഷ് ചെയ്ത് നോക്കി നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. ആരൊക്കെ യൂസ് ചെയ്തു സാധനം പ്രോഡക്റ്റ്? എന്താ നിങ്ങളുടെ അഭിപ്രായം? നമുക്ക് ചില ഡ്രസ് ഒക്കെ ഇടുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളിലൊരു ഡിസ്കംഫർട്ട് ഉണ്ടാവും. ഇതിന് അങ്ങനെ ഒരു സീനേ ഇല്ല. നല്ല സ്മൂത്ത് ആയിട്ട് അത് മൊത്തത്തിൽ കോട്ടൺ ആയതിന്റെ ഒരു ഇതാണ്. അത് ഫ്രഞ്ച് ടെറി കോട്ടൺ ആണ്. കോട്ടണിലുള്ളത് നല്ല ക്വാളിറ്റി കോട്ടൺസ് എടുക്കുമ്പോൾ ഉള്ളതാണ്. നമ്മളിത് മാർക്കറ്റിൽ കിട്ടുന്ന റെഡിമെയ്ഡ് തുണി നല്ല സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ കോറ എന്ന് പറയുന്ന പ്രോസസ് നിന്ന് തുടങ്ങി അതിൽ നിന്ന് എടുത്ത് നമ്മൾ കളർ ഡൈ ചെയ്തെടുത്തതാണ് ഈ ഓഫ് വൈറ്റ് ബ്ലാക്കും. ഇതിലിപ്പം 280 GSM ഉണ്ട്, 300 GSM ഉണ്ട്, 220 GSM ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും പർച്ചേസ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പറയാതെ സിമ്പിൾ ആയിട്ട് ഇൻസ്റ്റാഗ്രാം വഴി ലോഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ടും കുറച്ച് ഓർഡർ ഒക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. കുറെ പേര് എൻക്വയറി ചെയ്യുന്നുണ്ട്. പ്രോഡക്റ്റ് 599 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പ്ലസ് GST ആണ്. അത് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് GST അവിടെ ആഡ് ആവും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ലിമിറ്റഡ് എഡിഷൻ ലാഗിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ? ഫിനിക്സ് വേറെ ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? കൊമ്പന്റെ ഇഷ്ടപ്പെട്ടത് മണ്ടേലല്ല, എനിക്ക് ബട്ടർഫ്ലൈ. ഒരു പ്രത്യേക ഡിസൈൻ ആണ്. ഫ്രണ്ടിൽ അതിന്റെ ഫ്രണ്ടിൽ കണക്ട് ചെയ്ത് വരുന്നുണ്ട്. ഇതിന്റെ തുണി നൈസാ. ഒരുവിധം മിക്കവർക്ക് ഇഷ്ടപ്പെടാൻ ഒരു സാധനം ഇതാണ് കേട്ടോ. ഇത് തിങ്കുന്ന വായിക്കില്ല, അവിടെ മിസ്സിംഗ് ആണ്. അത് നമ്മൾ തിങ്ക് ചെയ്തെടുക്കണം. ഇൻസ്റ്റാഗ്രാമില് പോൾ ഇട്ടപ്പോ 3500 വരെയൊക്കെ വാങ്ങുന്നതാണ് പോളില് ഓട്ടൊക്കെ വന്നത്. അതിനെ ബേസ് ചെയ്തൊക്കെയാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോ എല്ലാവരും വാങ്ങുക. പ്രോഡക്റ്റ് കൊള്ളാന്നുണ്ടെങ്കിൽ അടുത്ത ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യുക. നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. ഇപ്പോൾ ഉള്ള കോൺടാക്ട്സ് വെച്ചിട്ട് ബെസ്റ്റ്. അതായത് കുറെ തുണി എടുത്തു, ഇവിടെ കൊണ്ടുവന്നു, ടീഷർട്ടായിട്ട് തച്ചിട്ട് നോക്കും. 1-2 വീഡിയോയിലൊക്കെ ഞാൻ ഐവെക്സ് എന്ന് പറഞ്ഞൊരു ബ്ലൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത സാധനമായിരുന്നു. അങ്ങനെ കുറെ പ്രോഡക്റ്റ് ഇവിടെ കൊണ്ടുവന്ന് വാഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ ലാബ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ തുണി റിജക്ട് ചെയ്തിട്ടാണ് ഓൺ തുണിയിലേക്ക് പോയത്. ആക്ച്വലി ഈ ബട്ടർഫ്ലൈയും ഈ ഗ്രിഫോണൊക്കെ ഞാൻ കമ്പയർ ചെയ്തിരിക്കുന്ന ബ്രാൻഡ്സിന്റെ പേര് പറയുന്നില്ല. നമ്മൾ പർച്ചേസ് ചെയ്തത് 6000 രൂപ 4000 രൂപയുടെയൊക്കെ ടീഷർട്ടുകൾ അത്രയും വരുന്ന ക്വാളിറ്റി ആയിട്ട് കമ്പയർ ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഔട്ട് ഇതിനുണ്ടാവും എന്നുള്ളത് ഉറപ്പായിട്ടും പറയാൻ പറ്റും. അത്രത്തോളം ഡീറ്റെയിൽ ഉണ്ട്. പിന്നെ ഇതിന്റെ ഡിസൈനിന്റെ പുറകിൽ ഒരു 10-300 ടൈപ്പ് ഓഫ് ഡിസൈൻസ് വരച്ചിട്ട് ഡോമിനെ റിജക്ട് ചെയ്തിട്ടാണ് ഇത് എത്തിച്ചത്. എന്റെ കൂടെ ആയാലും എല്ലാ കാര്യത്തിനും അവിടെ വരാനും പോവാനും എല്ലാം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോമിന്റെ ഒരു റവന്യൂ പാത്താണിത്. എല്ലാ ഡിസൈനും വരച്ചത് ഡോമാണ്. ഇനി വരയ്ക്കാൻ പോണതും ഡിസൈൻ ഇഷ്ടപ്പെട്ട കമന്റ് ആയി. പിന്നെ ഒരു കാര്യം, പ്രീ ഓർഡർ ആണ്. നമ്മൾ കുറച്ച് സ്റ്റോക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്, എന്നാലും പ്രീ ഓർഡർ ആണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓർഡർ ചെയ്യുക. ആദ്യത്തെ 100 പേരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഒരു 10 പേർക്ക് നമ്മൾ കൊണ്ട് ഡെലിവറി ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളവിടെ ആക്ച്വലി ഇത് ടെസ്റ്റ് ടൈമില് ഓർഡർ ചെയ്തു. ഒക്ടോബർ 9-ാം തീയതി ഫസ്റ്റ് ഓർഡർ ചെയ്തു. വെറുതെ ടെസ്റ്റിന് വേണ്ടി ഓപ്പൺ ചെയ്തിട്ട് ആരും സെർച്ച് ചെയ്ത് വന്നു. നമ്മൾ ആരും പ്രൊമോട്ട് ചെയ്യാതെ തന്നെ 2 ഓർഡർ അങ്ങനെ പോയിട്ടുണ്ട്. നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും
കാര്യങ്ങളും പറയാം. നിങ്ങൾക്ക് അറിയാം, നമ്മൾ കുറെ കണ്ടന്റ് ക്രിയേഷനും വീഡിയോസും വ്ളോഗും ഇതിൽ മാത്രമല്ലാതെ നമ്മുടെ കരിയറിലേക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ബിസിനസിന്റെ ഒരു ആദ്യത്തെ ഒരു തുടക്കമാണിത്. നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ കണ്ടെത്തുന്ന ഒരു പ്രോബ്ലം അല്ലെങ്കിൽ അതിന്റെ ഒരു സൊല്യൂഷൻ ആവണം. ഇപ്പൊ നമ്മളെല്ലാവരും ടീഷർട്ട് വാങ്ങുന്നവരാണ്. ഈസി ആയിട്ട് നിങ്ങൾക്കും അത് നമ്മുടെ ഡ്രസ്സിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ കമന്റ്സ് വരാറുണ്ട്, നല്ലതും മോശവും വരാറുണ്ട്. അപ്പൊ അതിൽ തന്നെ തുടങ്ങണമെന്നുള്ള ഒരു പ്ലാൻ ആയിരുന്നു. പിന്നെ എന്റെ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് ഒരു ടെക്സ്റ്റൈൽസിൽ പാർട്ട് ടൈം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേ ഉള്ളൊരു ആഗ്രഹമാണ് ഒരു ബ്രാൻഡ് തുടങ്ങണം. അപ്പൊ നമ്മുടെ ഇതിലൊരു നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ബ്രാൻഡ് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ നിന്നായിരുന്നു. ഇപ്പൊ നമ്മൾ ഇവിടെ നിന്നിട്ട് ഇത്ര ഓർഡർ വന്നു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ടീഷർട്ട് പാക്ക് ചെയ്ത് ഇവിടെ അയച്ചു തരും. ഞങ്ങൾ അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ പോയി മാനുഫാക്ചേഴ്സിനെയും സ്റ്റിച്ച് ചെയ്യുന്നവരെയും പ്രോഡക്റ്റും എല്ലാം പോയി തിരഞ്ഞ് കണ്ടെടുത്ത് അതിലെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കി സ്റ്റഡി ചെയ്ത് അതിൽ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസും എല്ലാം കൂടെ ചൂസ് ചെയ്താണ് നമ്മളിങ്ങനെ ഒരു പ്രോഡക്റ്റിൽ എത്തിയിരിക്കുന്നത്. കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ഇതാക്കുന്നില്ല, നിങ്ങൾ മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക. ജസ്റ്റ് പേരിന് ഒരു പ്രോഡക്റ്റ് അല്ല, കുറച്ച് അതിന് പുറകിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഒരു റിസൾട്ട് കിട്ടിയെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത്രയും GSM ഉള്ള ഈ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ വരുന്ന ഇത്രയും പ്രിന്റ് വരുന്നതിന്റെ ഒക്കെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ വളരെ വലുതാണ്. 9 കളർ ഉണ്ട്. യെല്ലോ 2 ഉണ്ട്, ബ്ലൂ 2 ഉണ്ട്, റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്. അപ്പൊ ഒരു 9 കളർ ക്രെയിനാണ് ഈ ഒരു ഡിസൈൻ എത്തിയിരിക്കുന്നത്. ഇത് വരയ്ക്കാൻ തന്നെ എത്ര ദിവസം എടുത്തതാ? പിന്നെ ഇത് കുറെ കറക്ഷൻസ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. ഏറ്റവും ടൈം എടുത്തൊരു ഡിസൈൻ അല്ലേ ഇത്? നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ പറയുന്ന അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട രീതിക്ക് പ്രോഡക്റ്റ് നമ്മൾ ഇമ്പ്രൂവ്മെന്റ് ചെയ്യും. ഇപ്പൊ നമ്മുടെ കൺസെപ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി തുണി, അത് കണക്കുന്ന ഡിസൈൻസും ഇനി നിങ്ങളുടെ സജഷൻസ് അനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരും. വാങ്ങി യൂസ് ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായമായിരിക്കും. നമ്മുടെ പുതിയൊരു തുടക്കമാണ്. എല്ലാവർക്കും മുന്നോട്ടുള്ളതിലൊരു കുറെ നാളത്തെ പ്ലാൻസ് ആണ്. എത്ര ടൈം എടുത്താലും ഇതൊന്നും സക്സസ് ആക്കി എടുക്കണമെന്നുണ്ട്. അത് നിങ്ങളെ വിശ്വസിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം ബ്രോഡ്കാസ്റ്റിലുള്ളവരെല്ലാവരും നമുക്ക് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വോട്ട് ചെയ്തതിലൊക്കെ PME നമുക്ക് പോകണമല്ലോടാ. പ്രോഡക്റ്റ് വാങ്ങിയാൽ 3800 പേര് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും റെക്കമെൻഡ് ചെയ്യുക. നമ്മളിത് വലിയ രീതിയിൽ പരസ്യം അങ്ങനെ നമ്മുടെ ക്ലോസ് സർക്കിളിലുള്ള കുറച്ച് ക്രിയേറ്റേഴ്സിന് നമ്മൾ കൊടുക്കുന്നതല്ലാതെ ആ രീതിക്കൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എന്തായാലും ബിഗിനിങ് നിങ്ങളടുത്ത് നൽകുക. അപ്പം ഇതിന്റെ റിസൾട്ട് എന്ത് വേണമെന്നുള്ള നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. നിങ്ങൾ ഉറപ്പായിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുക. അത്ര മാത്രമേ ഈ പറയാനുള്ളൂ. വ്ളോഗ് ഇറങ്ങുന്ന സമയത്ത് എത്ര പേര് വാങ്ങുന്നു പ്രതീക്ഷിക്കുന്നില്ല? വ്ളോഗ് ഇറങ്ങി കണ്ട് വാങ്ങുന്നത് പക്ഷെ ഓൾറെഡി കുറെ പേര് വാങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ലോഞ്ച് ആയപ്പോ തന്നെ കുറെ പേര് കാശ് റെഡിയാക്കാൻ പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരു കണക്ക് വെക്കുന്നില്ല. എനിക്കൊരു പ്ലാൻ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസംബർ 15-ാം തീയതി ലോഞ്ച് ചെയ്തു. അടുത്ത വർഷം ഡിസംബർ 15-ാം തീയതി വരെ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയ അതിനൊരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. അതിനൊരു സക്സസ് പാർട്ടി ഉണ്ടാവും. അതായി കഴിഞ്ഞു. അതിപ്പോ പറയുന്നില്ല. അപ്പോൾ hivexclothing.com സൈറ്റിന്റെ ഇതാണ്. ഡിസ്ക്രിപ്ഷനിൽ സൈറ്റിലെ ലിങ്ക് ഉണ്ടാവില്ല, നിങ്ങൾ സെർച്ച് ചെയ്താലും കിട്ടും. Hivex Clothing അടിച്ചാലും കിട്ടും. ക്വാളിറ്റി കൺസേൺസ് ഒക്കെ എല്ലാം ഉള്ളവരാണെങ്കിൽ എന്തായാലും വൺ ടൈം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതാവും. പ്രൊഡക്ഷന് പോകുമ്പോൾ ഏറ്റവും റേറ്റ് കുറച്ചൊരു സാധനം ഇറക്കുക, അത് ഇതായിരിക്കണം എന്നുള്ള രീതിയിൽ പോകുമ്പോൾ ചീപ്പായിട്ട് സാധനം ഇറക്കാൻ പറ്റും. അത് നമ്മൾ ഈ ഭക്ഷണത്തിന് കുറെ ക്വാളിറ്റി നോക്കുമല്ലോ. എല്ലാവരും കഴിക്കുമ്പോൾ നല്ല ഫുഡ് ആയിരിക്കണം അങ്ങനെയാണല്ലോ. ശരിക്കും നമ്മൾ ഡെയിലി യൂസിൽ ഭക്ഷണം കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് വസ്ത്രങ്ങളാണ്. അപ്പൊ ആ വസ്ത്രത്തില് പലർക്കും ശ്രദ്ധയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എയർ സർക്കുലേഷൻസ് ഉണ്ടോ, സ്കിൻ അലർജീസ് വരും, ഇതൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. പക്ഷെ ഞാനിതിന്റെ പ്രൊഡക്ഷന് പോകുമ്പോഴും അതിനെ കുറിച്ച് മനസ്സിലാവണം. കുറെ റീസൈക്കിൾ ആയിട്ടുള്ള തുണികളുണ്ട്, നമുക്ക് അലർജി ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ സാധനം അതെല്ലാം നമ്മൾ ലാബ് ടെസ്റ്റ് ചെയ്തിട്ടാണ് കുറെ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ലെവലിലേക്ക് തിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, നല്ല ഡ്രസ്സ് ഇടണം അല്ലെങ്കിൽ നമുക്ക്. എനിക്കും ഇവരുടെ കൂടെ കൂടിയിട്ടാണ് കുറെ ടീഷർട്ട് ഇടാൻ ഞാൻ തുടങ്ങി. ഇവരുടെ അടുത്ത് എല്ലാവരും ചോദിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ഏത് ടീഷർട്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയുള്ള ബ്രാൻഡുകളിൽ നിന്ന് എന്റെ ഇത് വെച്ചിട്ടാണ് ഞാൻ ഒരിക്കലും ആ പ്രൈസിനൊന്നും ഡ്രസ്സ് വാങ്ങത്തില്ല. അങ്ങനെ വാങ്ങി സാമ്പിൾ ചെയ്ത് ആ തുണി കട്ട് ചെയ്ത് കൊണ്ടുപോയി, അത് ഏത് ബ്രാൻഡെന്ന് അറിയാതെ അതിന്റെ പീസ് കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് അതിനെക്കാട്ടി GSM-ഉം ക്വാളിറ്റിയും സ്ട്രെങ്തും ഉള്ളതെന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ബാക്കി വന്നു കഴിഞ്ഞിട്ട് അറിയാൻ പറ്റും. നിങ്ങളും യൂസ് ചെയ്തിട്ട് പറയാ, കമന്റ്സിലൂടെ പറയാ. ഉറപ്പായിട്ട് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സും ഉണ്ടാവാം. ഇത്രയൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് കറക്റ്റ് ചെയ്യാം. എനിക്കിപ്പോൾ ക്ലോസ് സർക്കിലുള്ള മിക്കവർക്കും ഞാൻ 1-2 പേർക്ക് പ്രോഡക്റ്റ് കൊടുത്തായിരുന്നു ലോഞ്ചിന് മുമ്പ് തന്നെ. അവരെല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങളും വാങ്ങുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ബൂട്ട് ക്യാമ്പും നമ്മുടെ സംഭവങ്ങളൊക്കെ എന്തായാലും ഇത് കണ്ടിന്യൂ ആവണമെന്നാണ് എന്റെ വലിയൊരു ആഗ്രഹം. കാരണം വേറെ ഒന്നുമല്ല, ഡോം നമ്മുടെ കൂടെ നിൽക്കുമ്പോഴേ ഡോമിന് അത് വലിയൊരു ഇതായിരിക്കും. പിന്നെ മോഡലായ റാഷിക്ക് ബൂട്ട് ക്യാമ്പ് മോഡൽ മതി. റാഷി ഇത്ര GSM പറഞ്ഞോ ഇതിനെയാണ് എന്റെ തോളത്ത് കേട്ടത്. എനിക്ക് അറിയത്തില്ല GSM എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, പറഞ്ഞു. G for garment. അല്ല ഫുൾ ഫോം അല്ല, GSM എന്താ ഉദ്ദേശിക്കുന്നത്? GSM എന്ന് വെച്ചാൽ ഈ തുണിയുടെ കട്ടി അറിയാം. അന്ന് എനിക്ക് അറിയില്ലാത്ത ആക്ച്വലി ഒരു ഇതുണ്ട്. അതൊരു സർക്കിൾ കണക്ക് ഇങ്ങനെ കട്ടി എന്നിട്ട് അതൊരു ത്രാസിൽ തൂക്കും. അതിനൊരു വെയിറ്റ് വരും. അതിൽ വരുന്ന അളവാണ് GSM ആയിട്ട്.
അപ്പൊ നമ്മുടെ 1400 സംതിങ് നല്ല കട്ടി ഉണ്ടാവും, അതുകൊണ്ടാണ് നല്ല സുഖം ഇടാൻ. നല്ല കട്ടിന്ന് വെച്ച് കഴിഞ്ഞാൽ 314 ജീസും വരുന്നുണ്ട്. നമ്മൾ 300 കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ഇത് 280 വരും. വൈറ്റ് നമ്മൾ കളർ ഡൈ ചെയ്യുമ്പോൾ തിക്നെസ് വ്യത്യാസം വരും. കളർ അതിലേക്ക് ബ്ലാക്ക് ഭയങ്കരമായിട്ട് പിടിക്കും. ബ്ലാക്ക് എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന തിക്നെസ്സിലേക്ക് പോകും കളർ ഡൈ ചെയ്ത്. അതങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ് വരുന്നത്. പിന്നൊരു കാര്യമുണ്ട്, ഇത് ചെക്കന്മാർക്ക് മാത്രമുള്ള ഗൈസ്. അല്ല, നമ്മുടെ കോളിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തത് ഗേൾസ് ആണ് പ്രോഡക്റ്റ് വാങ്ങാന്നുള്ളത്. ജാമിക്ക് ഏതാടി ഇഷ്ടപ്പെട്ട ആൺകുട്ടി? ഞാൻ നേരത്തെ സെയിം ക്വസ്റ്റ്യൻ നമ്മുടെ വക്രയോട് ചോദിക്കുകയാണ്. ഈ ബ്ലോഗ് ഇറങ്ങുന്ന സമയത്ത് എത്ര പേര് നമ്മൾ ടീഷർട്ട് വാങ്ങാൻ ചാൻസ് ഉണ്ട്? കൂട്ടത്തിലെ ക്യൂട്ട്നെസ് ബോയ് തന്നെ. അയ്യേ ക്യൂട്ട്നെസ് ഇട്ട് പറ. 1500. ഷർട്ടിന്റെ വില അല്ല, നമ്മളെ ഇഷ്ടപ്പെടുന്നവർ അതിനേക്കാളും കൂടുതൽ വരുന്നത്. അപ്പം മാക്സിമം അതിൽ കൂടുതൽ വാങ്ങിക്കാനാണ് ചാൻസ് കൂടുതൽ. അപ്പൊ നമ്മുടെ വക്രി കുഞ്ഞിന്റെ ടാർഗറ്റ് കംപ്ലീറ്റ് ആക്കി. സോ അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ട ഡിസൈൻ ഏതാണെന്ന് കമന്റ് ചെയ്യുക. എന്തായാലും മാക്സിമം പർച്ചേസ് ചെയ്യുക. ഓക്കെ, നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട. 100 പേരിൽ 10 പേർക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വന്ന് ഡെലിവറി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളായിരിക്കും ചിലപ്പോൾ ഭാഗ്യശാലി. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ